ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഒരു ചായ ഇട്ട് കുടിക്കാം. ഇന്ന് ഇഡ്ഡലിയും ചട്നിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. പച്ചരിയും ഉഴുന്നും ഉലുവയും ചോറ് വയ്ക്കുന്ന അരിയെല്ലാം കൂടെ അരച്ച് തലേ ദിവസം പുളിച്ച് പൊങ്ങാൻ വെച്ചതാണത്. ഇഡ്ഡലി തട്ടിലേക്ക് അല്പം എണ്ണ തടവി നമുക്ക് ഓരോ തവി മാവ് കണ്ടൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ചട്നി തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ ചിരകിയതിലേക്ക് 4 വലിയ വെളുത്തുള്ളിയും 5 പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചെറിയുള്ളി 2 ചേർത്ത് നല്ലപോലെ മിക്സിയിൽ അരക്കുക. ഇഡ്ഡലി റെഡിയായി. ഇനി നമുക്കതിലേക്കുള്ള ചട്നി തയ്യാറാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിക്കുക. അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിക്കാം. വെള്ളം തീരെ കൂടിപ്പോവരുത്. ചട്നിയും റെഡി. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. ഒരു കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 വല്യുള്ളി കട്ട് ചെയ്തത് ചേർക്കുക. പച്ചമുളകും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 3 തക്കാളിയും, ഒരു 4 സ്പൂൺ മല്ലിപ്പൊടിയും, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനും ഇടുക. ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഗീ റൈസ് തയ്യാറാക്കാം. 2 സ്പൂൺ ഓയിലിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയിട്ട് നല്ലപോലെ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റുക. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടുക. ഇനി അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഏലക്കായും ഗ്രാമ്പയും പട്ടയും എല്ലാം കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അരി അളന്ന അതേ പാത്രത്തിൽ 2 പാത്രം വെള്ളം ഒഴിക്കണം. ഒരു ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. വെള്ളം വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് കൈമ റൈസാണ് ഞാൻ ഉപയോഗിച്ചത്, അതിടുക. സിമ്മിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബ്രൗൺ കളർ ആക്കി വെച്ച ഉള്ളി അതിൻ്റെ മീതെ ഇടുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.